വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ ഉറ്റുനോക്കുന്നത് ആറ്റുകാലിലേക്കാണ്. നാളെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം. രാവിലെ 9:45 പണ്ടാരടുപ്പിലേക്ക് തീ പകരും. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, വലിയ വിപുലമായ ചടങ്ങുകൾ. നമുക്കറിയാം, സാധാരണ മലയാളികൾ മാത്രമല്ല, വിശ്വാസികളായിട്ടുള്ള സകല മനുഷ്യരും ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എന്തായാലും തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി സജ്ജമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ കട്ടകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ പൊങ്കാല ഇടുന്നതിന് വേണ്ടി പലരും ഈ കട്ടകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പേരെഴുതിയിട്ടുണ്ട്. നിഷ, ഷീജ, ഷീബ, നിഷ, സുജ, അങ്ങനെ പേരൊക്കെ എഴുതി വെച്ച് ആളുകളൊക്കെ നേരത്തെ, ഇത് ചിലപ്പോൾ മാസം മുമ്പ് വരെ പേരെഴുതി വെച്ചിട്ട് പോയവരാണ്. ഇത് മഴയത്തൊക്കെ പലത് കീറിപ്പോയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അംബിക, പാലോട്, ഗിരിജ, അഴീക്കോട്, അങ്ങനെ കട്ടകളൊക്കെ നിരത്തി പേരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ആളുകള്. ഇത് തന്നെയാണ് എല്ലാ വർഷവും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ ആളുകളുടെ എണ്ണം കൂടിയെന്നാണ് ഭക്തർ പറയുന്നത്. രാവിലെ നമ്മൾ അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ചെന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ തിരക്ക് കൂടുതലാണെന്നാണ്. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നവരുടെ എണ്ണവും ആറ്റുകാൽ അമ്മയെ കാണാൻ വരുന്നവരുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോ വയനയിലുണ്ട്. ഇത് വെച്ചും നാളെ പൊങ്കാല അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത് വെച്ചിട്ടൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇവിടെ അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ വലിയ കുഴപ്പമില്ല. എല്ലാ വർഷവും ഞാൻ വരുന്നതാണ്. വർഷം തോറും ഞാൻ വന്ന പൊങ്കാലയൊക്കെ കഴിപ്പിക്കും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പൊങ്കാല ഇടുന്നില്ലേ? അല്ല, പൊങ്കാല ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പൈസക്ക് തന്നെ ഞാൻ പൊങ്കാല ഇടും. വേറെന്തൊക്കെയാ? ചൂട്ടും വിറവും ചൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. തുമ്പല ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റ് കഴിഞ്ഞു. അതെല്ലാം വിറ്റ് കഴിഞ്ഞു. രാവിലെ ഞാൻ വന്നതാണ്. ഇനിയിപ്പോ വേറെ ഉണ്ടോ? വേറെ കൊണ്ടുവരോ? വേറെ കൊണ്ടുവരാൻ പറ്റൂല മക്കളെ. ദൂരം അല്ലേ, പൊന്മുടിക്ക് അടുപ്പിച്ച് വരണതല്ലേ. പൊന്മുടി നാളെ രാവിലെ പൊങ്കാലയ്ക്ക് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ നിന്നൊക്കെ വണ്ടി ഉണ്ടല്ലോ, ബസ്സുണ്ട്. ബസ്സിലും നമ്മൾ രാവിലെ വരും. ബസ്സിലും വലിയ തിരക്കാണല്ലേ? നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കായിരിക്കും. അമ്മയുടെ നടയിലും പൊങ്കാലയ്ക്ക് വലിയ തിരക്കായിരിക്കും. ആ സന്തോഷമുള്ളൊരു ഇതാണ്. വർഷം തോറും അമ്മയുടെ നടയിലുള്ള പൊങ്കാലയ്ക്കൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. ടോമിത്, എല്ലാ വർഷവും ഇവിടെ വന്ന് പൊങ്കാലിടുന്നവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തില് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന കാഴ്ചകൾ ഇത് തന്നെയാണ്. എല്ലായിടത്തും ഇവിടെ ചേച്ചിമാരൊക്കെ കലം വാങ്ങാൻ വരുന്നുണ്ട്. പല സൈസിലുള്ള കലമുണ്ട്. 200 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കലം മാത്രമല്ല, ചൂട്ടും കൊതുമ്പുണ്ട്, മുറമുണ്ട്, വാഴയിലയുണ്ട്, കൊതുമ്പുണ്ട്. അങ്ങനെ ഒരു പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്നവര് നേരെ തിരുവനന്തപുരത്തേക്ക് ഇങ്ങ് പോന്നാൽ മതി. എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. കച്ചവടമൊക്കെ വലിയ രീതിയിൽ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. ആളുകളൊക്കെ എത്തിത്തുടങ്ങി. ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് കിടക്കുന്ന ആളുകളുണ്ട്. അവരവിടെ തന്നെ കിടന്ന് അവിടെയൊക്കെ ശുചിമുറിയൊക്കെ ഉപയോഗിച്ച് നാളെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ പൊങ്കാലയിട്ട് ആ കിട്ടുന്ന ട്രെയിനിൽ തിരിച്ചു പോവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഈ പൊങ്കാല ദിവസമാകുമ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് അവർക്ക് ഇവിടെ വരുന്നത്. എന്തായാലും ഈ ഗതാഗത നിയന്ത്രണം ഇന്ന് മുതൽ തന്നെ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ നഗരത്തിലേക്കുള്ള വലിയ ഗതാഗത നിയന്ത്രണം ഉണ്ട്. നാളെ വൈകിട്ട് 8 മണിവരെ ആയിരിക്കും ആ നിയന്ത്രണം ഉണ്ടാകുക. ആറ്റുകാൽ ഭാഗത്തേക്ക്, നെയ്യാറ്റിൻകര ഭാഗത്തേക്കൊക്കെ പോകേണ്ടവർ വാഹനങ്ങൾക്കുൾപ്പെടെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. ശ്രീകാര്യം, കേശവദാസപുരം, പട്ടം, വഴുതക്കാട്, പൂജപ്പുര വഴിയൊക്കെ പോകണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ അധികൃതർ നൽകുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഈ പോലീസിന്റെ സുരക്ഷയാണ്. ഏകദേശം 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇത്തവണ ഡ്രോണിന്റെ നിരീക്ഷണവും ഉണ്ടാകും. നമുക്കറിയാം, വലിയ തിരക്കുകളുണ്ട്. തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തയിടങ്ങളിൽ ഡ്രോണിന്റെ നിരീക്ഷണവും ഉണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലും പൊങ്കാലയ്ക്കായി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ അമ്പലത്തിലൊക്കെ വലിയ തിരക്കാണ്. പുലർച്ചെ 5 മണി മുതൽ ക്യൂവിൽ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ എത്ര വൈകി
വൈകിയാലും ദേവിയെ കണ്ട് തൊഴുതതിനു ശേഷം മാത്രമേ മടങ്ങൂ, എന്നിട്ട് വേണം നാളെ വന്ന് പൊങ്കാല അർപ്പിക്കാൻ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി എന്ന ഒരു വിശ്വാസത്തോടുകൂടി എത്തിയവരാണ് രാവിലെയൊക്കെ നമ്മൾ അമ്പലത്തിൽ കണ്ടത്. അങ്ങനെ വലിയ ജനസാഗരമാവും. ഇത് തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് നാടുകളിൽ നിന്നും ഒക്കെ ഇവിടെ വരുന്നവരുണ്ട്. രാവിലെ നമ്മൾ കണ്ട ആളുകളൊക്കെ വിദേശത്തുനിന്ന് വന്നവരാണ്. അവരൊക്കെ ഈ സമയം നോക്കി, പൊങ്കാലയുടെ ദിവസം നോക്കി ലീവ് എടുത്ത് തിരുവനന്തപുരംകാരിയാണ്. ഇതത്ര ഒരു പുതുമയുള്ള ഒരു കാഴ്ചയായിരിക്കില്ല നവമിയെ സംബന്ധിച്ച്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാ വർഷവും ഈ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയിടാൻ വേണ്ടി എത്തുന്ന നിരവധി ആളുകളുണ്ട്. പ്രമുഖരടക്കം ചലച്ചിത്ര താരങ്ങളടക്കമുള്ളവരുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിശ്വാസവും മറ്റും എങ്ങനെയാണ്? മാത്രമല്ല നവമി ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ? ഈ മൺകലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ? ടോം, ഞാനൊരു തിരുവനന്തപുരംകാരിയാണെങ്കിൽ പോലും ഞാൻ ഇതുവരേക്കും പൊങ്കാല ഇടാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. വീട്ടില് അമ്മയും അമ്മൂമ്മയും ചേച്ചിയൊക്കെ എല്ലാ വർഷവും വന്ന് പൊങ്കാല ഇടും. പക്ഷെ എനിക്ക് വരാൻ പറ്റാതായി. കുറച്ച് നാൾ മുമ്പ് നമ്മൾ കൊച്ചിയിലാണല്ലോ സാധാരണ പൊങ്കാല റിപ്പോർട്ടിങ്ങും എന്റെ ആദ്യമായിട്ടാണ്. അത് ഇരട്ടി സന്തോഷമുണ്ട്. സ്വന്തം നാട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി സന്തോഷമാണ്. എപ്പോഴും കൊച്ചിയിലായിരിക്കും. പക്ഷെ ഇത്തവണ ഇവിടെ വന്ന് പൊങ്കാല ഇടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതോടൊപ്പം തന്നെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ആറ്റുകാൽ അമ്മയെ കണ്ട് തൊഴാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് ഇരട്ടി സന്തോഷമാണ് എന്നെ സംബന്ധിച്ച്. ഇവിടെ വരുന്ന നമുക്കറിയാം, എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന സ്ഥിരം ഒരു സാന്നിധ്യം ഉള്ള ഒരു സെലിബ്രിറ്റി ചിപ്പി ആയിരിക്കും. ചിപ്പി ഇത്തവണ പൊങ്കാല ഇടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചിപ്പി മാത്രമല്ല, ഒരുപാട് താരങ്ങൾ, അവർക്കൊക്കെ വലിയ വിശ്വാസമാണ്. ഓരോരുത്തർക്കും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പൊങ്കാല ഇടുന്ന ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. അവർക്കൊക്കെ ഇവിടെ വരുന്നതിന് പിന്നിൽ വലിയ കഥകൾ ഉണ്ടാകും, വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, കഴിഞ്ഞ വർഷം ഇത്രയും തിക്കും തിരക്കും ഒക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടിയാണെങ്കിലും ഇവിടെ വന്ന് പൊങ്കാല ഇട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. അത്രയേറെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ദേവി ഞങ്ങളെ വിളിക്കുന്നതായി തോന്നുമെന്നൊക്കെയാണ് അവർക്ക് പ്രതികരിച്ചത്. ഇത് തന്നെയാണ് ഓരോ വിശ്വാസികളും പറയുന്നത്. ഇവിടെ വരുന്ന വർഷങ്ങളായി, 20 വർഷങ്ങളായി, 25 വർഷങ്ങളായി, 5 വർഷമായി, ആദ്യമായി പൊങ്കാലിടുന്ന, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. അതിലൊരു പ്രായഭേദമന്യേ രാവിലെ സംസാരിച്ചതിൽ നിന്നൊക്കെ കാല് വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ട്, അമ്മുമ്മമാരുണ്ട്. പക്ഷെ അവർക്ക് വരണം, അതാണ് അവരെ ദേവി വിളിക്കും. ഈ സമയമാകുമ്പോൾ പൊങ്കാലയിടാൻ വരാൻ അവരെ പ്രേരിപ്പിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒപ്പം ഈ കോർപ്പറേഷൻ വലിയ രീതിയിൽ ഇത്തവണയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വരുന്ന വഴിയിലൊക്കെ വലിയ രീതിയിൽ പന്തലുകളുണ്ട്. ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പ്രഭാത ഭക്ഷണം കൊടുക്കും, വെള്ളം. ഏകദേശം 600 ടാങ്കുകളാണ് ഇത്തവണ നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി സജ്ജമാക്കിയിരിക്കുന്നതെന്നാണ് മേയർ VV രാജേഷ് രാവിലെ ന്യൂസ് 18നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മേയർ ആയതിനു ശേഷമുള്ള ആദ്യ പൊങ്കാല ഉത്സവമാണ്. അതിന്റെ ഒരു സന്തോഷം കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷെ തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം. സ്ഥിരമായി പൊങ്കാലയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും അല്ലെങ്കിൽ നിറസാന്നിധ്യമാകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇത്തവണ കുറച്ചുകൂടി പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇവിടെ കുടിവെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. വിശ്വാസികൾക്ക് പൊങ്കാലയിടാൻ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടം, ഡെപ്യൂട്ടി മേയറുടെ ഒരു മേൽനോട്ടവും ഉണ്ടാകുമെന്ന് കൂടി മേയർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ പൊങ്കാല അത് നാളെയാണ്. രാവിലെ 9:45 കൂടിയായിരിക്കും ഭണ്ഡാര അടുപ്പില് തീ നൽകുക. അതിനുശേഷം നമ്മുടെ ഈ നഗരം മുഴുവനും ഈ പൊങ്കാല അർപ്പിക്കാനെത്തിയ സ്ത്രീകൾ, വിശ്വാസികളെല്ലാം തന്നെ അവരുടെ പൊങ്കാല ദേവിക്ക് വേണ്ടി സമർപ്പിക്കും. വൈകിട്ടായിരിക്കും അവരെല്ലാവരും തിരിച്ചു പോവുക. ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഈ പൊങ്കാല സമർപ്പണം എല്ലാം കഴിഞ്ഞ ശേഷം വലിയ ഗതാഗത കുരുക്കായിരിക്കും അനുഭവപ്പെടുക. അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യം, കൃത്യമായി ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ ഗതാഗതമൊക്കെ കൃത്യമായി പോകുന്നതിന് വേണ്ടി അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണവും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. പോലീസിന്റെ വലിയൊരു സുരക്ഷയും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് കേട്ടോ. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ മണിക്കൂറുകളാണിത്. നവമിയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണ്. നവമി ഇതുവരെ തിരുവനന്തപുരം സ്വദേശിനിയാണെങ്കിൽ പോലും ഇതുവരെയും പൊങ്കാല അർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ നവമി എന്തായാലും ഇത്തവണ പൊങ്കാല ഇടണം, ചടങ്ങുകളുടെ ഭാഗമാകണം. റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഒരു മണിക്കൂറുകൾ ഇത് വലിയ രീതിയിലുള്ള
തിരക്കുണ്ട്, കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. നാളെയാണ് ചടങ്ങുകൾ. രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങളുണ്ട്. പോലീസ് വലിയ സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിലടക്കം ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.